വെൽക്കം ടു നാകൃതി എത്നിക് സ്റ്റോർ. ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. Let's celebrate this Onam with Nakriti. Nakriti Ethnic Store near Bus Stand, Chelakra. പങ്ങാരപ്പിള്ളിയുടെ മനമറിഞ്ഞ വസ്ത്രശാല MNR കളക്ഷൻസ്. നാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറിഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് MNR കളക്ഷൻസ്. ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി MNR കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വകർമ്മ ജയന്തി ദിനം ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ച് BMS ചേലക്കര മേഖലാ കമ്മിറ്റി. മാധവനൊന്നൊരു മന്ത്രം അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് എളനാട് സെൻട്രൽ വെച്ചാണ് ഭാരതീയ മസ്ദൂർ സംഘം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പ്രകടനത്തിന് കെ സുരേന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, പി രാജഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം BMS ജില്ലാ ഖജാൻജി വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയായ ശ്രീ വിശ്വകർമ്മ ജയന്തി മറ്റേ അമേരിക്കയിലോ അല്ലെങ്കിൽ ബൂർഷ രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്ക, ചിക്കാഗോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നടന്ന ഒരു തൊഴിലാളികളുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ 3-4 പേര് തൊഴിലാളികൾ മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കരിദിനമായി ആചരിക്കേണ്ട ആ ദിവസം തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിനെ കുറിച്ചും നമ്മുടെ സ്വാഗത പ്രാസംഗികൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താണ് ഭാരത സംസ്കാരം? അതിഥി ദേവോ ഭവ. ഈ അതിഥി ദേവോ ഭവ എന്നുള്ള സംസ്കാരം വെച്ച് പ്രപഞ്ച സൃഷ്ടിയായിട്ടുള്ള ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച വിശ്വകർമാവിനെ അല്ലാതെ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഭാരതീയ ചിന്തകളിൽ ചിന്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനകൾക്ക് ഇത്തരത്തിലല്ലാതെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വകർമ്മ ജയന്തി BMS തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘത്തിനെ സംബന്ധിച്ച് ഒരു തൊഴിലാളി സംഘടന എന്നതിനുപരി ഒരു സാമൂഹിക സംഘടന കൂടിയാണ് നമ്മൾ ഭാരതീയ മസ്ദൂർ സംഘം. മറ്റുള്ള തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടയ്ക്കു കീഴിൽ അവരുടെ പ്രോത്സാഹനത്തിന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. BMS ചേലക്കര മേഖലാ പ്രസിഡന്റ് കെ മാധവൻ അധ്യക്ഷനായിരുന്നു. BMS ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, പ്രകാശൻ നെടിയത്ത്, രാമൻകുട്ടി, PS കൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് BMSന്റെ മേഖല പ്രവർത്തകരും അതിൽ മരണപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പൊതുപരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ വിശ്വകർമ്മ ജയന്തി സന്ദേശം എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നതാണ് ഈ വിശ്വകർമ്മ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ളത്. വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ്. മറ്റു ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായി ആചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BMS മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായി ആചരിക്കുന്നു എന്ന് മറ്റു പല ആളുകളും നമ്മളോട് സംസാരിക്കാൻ. സുഹൃത്തുക്കളെ, മെയ് 1-ാം തീയതി തൊഴിലാളി ദിനം അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് ഒരു കമ്പനിക്കെതിരെ തൊഴിലാളികൾ സമരം നടത്തുകയും ആ സമരത്തിൽ 100ഓളം ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ദിവസമാണ് മെയ് 1-ാം തീയതി. നമ്മളെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ മരണപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ കരിദിനമായിട്ടാണ് ആചരിക്കുക. അപ്പൊ മെയ് 1-ാം തീയതി മറ്റു തൊഴിലാളി സംഘടനകളെല്ലാം തൊഴിലാളി ദിനമായി ആചരിക്കുമ്പോൾ BMS ചിന്തിച്ചു
നമ്മുടെ ഭാരതത്തിന്റെ തൊഴിലിന്റെ അധ്യാപകനായ വിശ്വകർമ്മദേവൻ. കാരണം നമുക്കറിയാം ഇന്ന് ഭൂമി. CCV ന്യൂസ് പഴയന്നൂർ. കുത്താമ്പള്ളിയുടെ കൈത്തറി കസവും മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം? ഇനി കുത്താമ്പള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല. ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. ഫോൺ 8075821110.